ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം. അതാണ് ആരാ ഇരിക്കുന്നത്? എനിക്ക് കോമൺ സെൻസ് ഇല്ലാന്ന് രാജേഷ് പറയോ? അശോകൻ പറയോ എനിക്ക് കോമൺ സെൻസ് ഇല്ലാന്ന്? ഞാൻ പറയും. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ജഗദീഷേ, ഒരു ആന കുത്താമ നന്ദി ദൂരെ കണ്ടാൽ തന്നെ ഓടണം. പണ്ടെന്ന് പറഞ്ഞൊരു ഉത്സവപ്പറമ്പ് വെച്ച് ആന വന്നു, ജഗദീഷായിട്ട് മാത്രം ഓടിയില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയാം, ആന ചവിട്ടി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ ഓടുന്നു? റായിക്കര പാപ്പാൻ എന്ന് പറയുന്ന സിനിമയിൽ ഡ്യൂപ്പില്ലാതെ ആനയുടെ കൊമ്പി പിടിക്കുകയും ആന ആ കൊമ്പോടുകൂടി എന്നെ പിടിച്ച് ഇങ്ങനെ ഉയർത്തുന്ന 4 ഷോട്ടുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വേറെ കാര്യമുള്ളതിന് ശേഷം ആന അതോട് ചരിഞ്ഞു പോയി, സ്പർശനത്തിൽ തീർന്നു. വെല്ലുവിളിക്കാണ് ബാബുരാജിന്റെ അടുത്ത്. നിങ്ങൾക്ക് മോശമായിട്ട് ബാബുരാജിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ എനിക്കില്ല. ഞങ്ങൾക്കുമില്ല. ബാബുരാജ്, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മളെല്ലാവരും ബാബുരാജിന്റെ അടുത്ത് ഡീസന്റ് ആയിട്ട് പെരുമാറും. നമ്മളെ ആനയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ആന, കുതിര, അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളുമായിട്ട് ഇതുപോലത്തെ ഫൈറ്റ് സീൻസ് ഉണ്ടായിട്ടുണ്ടോ? വൈശാലി, അതൊരു 12 അടി പൊക്കമുള്ള കുതിര എന്നെ അങ്ങോട്ട് ഒറ്റ ഓട്ടം. 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെത്തി. പണ്ടൊരു പട്ടിമേനോ എന്നൊരാളുണ്ട്, പട്ടിമേനോ. അങ്ങനെ ആളുടെ പുലി നരസിംഹനുണ്ട്, പട്ടിമേനോനൊക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചു കേട്ടിട്ടില്ലേ മദ്രാസിൽ? അങ്ങനെയാണെങ്കിൽ തന്നെ അയാളെ പട്ടിമേനോ എന്ന് വിളിക്കാൻ പാടില്ല. അപ്പം ഞാനാണെങ്കിൽ പട്ടി ട്രെയിനർ മേനോ. ഇന്ന് മുതലാ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിന് ഞാൻ ആനയുടെ കൂടെയാണ്. ജഗദീഷ് ആനയുടെ കൂടെ, മനോജ് പട്ടിയുടെ കൂടെ. ഞാൻ കുതിരകളുടെ രാജേഷ് മാധവൻ ഇൻ ആൻഡ് ആസ് ധീരൻ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ധീരൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഞങ്ങളോടൊപ്പം ചേരുന്നു ജഗദീഷ് ചേട്ടൻ, മനോജ് ചേട്ടൻ, അശോക് ചേട്ടൻ ആൻഡ് രാജേഷ് മാധവൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്ത് ചോദിച്ചാലും വളരെ സത്യസന്ധമായി മാത്രം ഉത്തരം പറയുന്ന ജഗദീഷ് ചേട്ടനാണുള്ളത്. ജഗദീഷ് ചേട്ടൻ പറയാം, ജഗദീഷ് ചേട്ടൻ, നിങ്ങൾ 3 പേരിൽ ഏറ്റവും ധീരനായിട്ട് ചേട്ടന് തന്നെ തോന്നിയിട്ടുള്ളത് ആരെയായിരിക്കും? ധീരൻ എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് മനോജ്, സെക്കൻഡ് രാജേഷ്, തേർഡ് അശോകൻ, 4ാമതാണ് ഞാൻ. അതെന്താ അങ്ങനെ? അത് ഞാൻ പറയാം. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ധൈര്യമല്ല ഏറ്റവും വേണ്ടത്. മനുഷ്യന് വേണ്ടത് കോമൺ സെൻസ് ആണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർ കോമൺ സെൻസ് ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എതിർക്കാനും പോകും. അല്ല, എന്താ കോമൺ സെൻസ് ആണ് വേണ്ടത്, പക്ഷെ പുള്ളിക്ക് അതില്ല. വേണ്ടതെന്ന് പറയുന്നുള്ളൂ. ചേട്ടൻ തുറന്ന് സമ്മതിക്കുന്നുണ്ടോ? വേണ്ടത് അതുകൊണ്ട് ജഗദീഷ് അത് ഉണ്ടെന്ന് വിശ്വസിക്കരുത്. ഉണ്ടോ ഇല്ലേന്ന് തീരുമാനിക്കും. വേണ്ടത് നമുക്കുണ്ടോന്നില്ല. രണ്ടാമത്തെ കാര്യം പക്ഷെ അവിടെ ഇല്ല. ഇത് തന്നെ മനോജ് ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ആൾ ധീരൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ നടത്തിയ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ എനിക്ക് കോമൺ സെൻസ് ഇല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം വേറെ ആർക്കുണ്ട് ഇവിടെ? അതാണ് കറക്റ്റ് ആണ്, മനോജിന് മാത്രമേ ഉള്ളൂ. ഞാൻ ധീരൻ എന്ന് പറയുന്നത്. ആ ധൈര്യം രാജേഷ് പറയട്ടെ, എനിക്ക് കോമൺ സെൻസ് ഇല്ലെന്ന് പറയട്ടെ. എനിക്ക് കോമൺ സെൻസ് ഇല്ലെന്ന് രാജേഷ് പറയോ? അശോകൻ പറയോ എനിക്ക് കോമൺ സെൻസ് ഇല്ലെന്ന്? ചിലപ്പോ പറയുന്നല്ല, ഉറപ്പായിട്ട് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 2 പേരാണ് ഏറ്റവും കൂടുതൽ ധീരന്മാർ. അതാണ് രാജേഷിനെ അത്രയും ധീരനായിട്ട് ഞാൻ കണക്കാക്കി. അല്ല, മിക്കവാറും ഉണ്ടല്ലോ ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോഴേക്കും സെക്കൻഡ്, അതിപ്പോ തേർഡായി. ചെറിയ വ്യത്യാസം വന്നു. അല്ല, ഇവര് ഇന്റർവ്യൂ കഴിഞ്ഞ് പോയിട്ട് ഇവിടെ നിന്ന് തന്നെ ക്രൗൺ പ്ലാസയിൽ തന്നെ ഡിന്നറും കഴിച്ച് പോകണമെന്ന് പറഞ്ഞവരെ 4 സീറ്റിൽ ഇരുത്തി ഞാൻ മിക്കവാറും ഇന്ന് ഡിന്നർ ചുരുക്കം പറഞ്ഞു തരാം. ഈ ധീരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച കൂടി ഞങ്ങളെല്ലാം ധീരന്മാരായി. തീർച്ചയായും. ധീരൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ അവരൊരു ധീരനാണെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. നമ്മൾ എന്ത് ധൈര്യമാണ് നമ്മൾ കാണിക്കുന്നത്? അതിർത്തിയിലുള്ള ജവാന്മാരുടെ ധൈര്യം നമുക്കുണ്ട് അവിടെ. അവര് ഏത് പ്രതികൂല ഇവിടെ നമ്മൾ എന്തോ ധൈര്യം കാണിക്കും. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ധീരനാണെന്ന് പറയുന്ന നേരത്ത് എന്തോന്ന് ധീരപ്രവൃത്തി, എന്ത് ധീരപ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ടെന്ന് ഇവര് അശോകനോ ചെയ്തിട്ടുള്ള ഒരു ധീര പ്രവൃത്തി ഞാൻ പറയാം. ഈ ഇന്റർവ്യൂല് ജഗദീശന് തൊട്ടിപ്പുറത്തിരിക്കാൻ കാണിച്ച ധൈര്യം, അത് ധീരതയല്ലേ? ഞാൻ സാറിന് സൈഡിലൊക്കെ പോയി എനിക്ക് പേടിയാണ്.
ഞാൻ ഈ അതിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞില്ലേ? അതിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം വന്നില്ലേ? എനിക്ക് പേടിയായിട്ടുള്ള ഒരാളെങ്ങനെ ധീരനാവും? ഞാൻ ധീരനല്ല. പിന്നെ ധീരന് വേണ്ടിയുള്ള സമ്മാനം വാങ്ങിച്ചത് ഞാനാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളാ ഞാൻ ധീരനാന്ന് പറഞ്ഞത്. ഞാൻ ധീരനാ നിങ്ങളാ പറഞ്ഞത്. ഈ സിറ്റുവേഷനിൽ വേണമെങ്കിൽ ഒരു ധീരതക്കുള്ള അവാർഡ് മേടിക്കാന്നാണ് പറഞ്ഞത്. അടുത്ത് വന്നിരുന്നില്ല. അതേ പറഞ്ഞത്. അടിസ്ഥാനപരമായി ഇവർക്ക് രണ്ടുപേർക്കും ധൈര്യമുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏറ്റവും ആദ്യം ഓടുന്നവരായിരിക്കും. എന്റെ അനുഭവത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ക്രിട്ടിക്കൽ പ്രശ്നം, ഇപ്പൊ രാജേഷിനെ ആരെങ്കിലും അടിക്കാൻ വന്നോ, ഏറ്റവും ആദ്യം ഓടുന്നവരായിരിക്കും. ഞാൻ കുറച്ച് രാജേഷിനെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഞാൻ പറയുന്നു, ഞാൻ ഓടൂല്ല. ഞാൻ പറയും എന്തിനാ അടിക്കാൻ വന്നത്, ഇല്ലെങ്കിൽ അയാളെ അനുനയിപ്പിക്കാനെങ്കിലും ശ്രമിക്കും. ഇവരോടും ഇവർ രണ്ടുപേരും ഓടിയിട്ട് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ രാജേഷ് വിളിക്കും, നല്ല അടിവല്ലോ കിട്ടിയോ എന്ന് വിളിച്ച് ചോദിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ആന കുത്താൻ വന്നത് എന്ത് ചെയ്യും? ആന കുത്താൻ വന്ന ആനയെ കണ്ടാൽ ദൂരെ കണ്ടാൽ തന്നെ ഓടണം. അടുത്തൊന്നും വരേണ്ട കാര്യമില്ല. ആന എവിടെ ആന ഇങ്ങോട്ട് വരുന്ന തനി ഒറ്റാനല്ലേ, പാപ്പാനില്ലല്ലോ. ഒറ്റയാനോ ഇരട്ടയാനോ ആരും ആയിക്കോട്ടെ. അതന്നെ, ഒറ്റാനാണ് വരുന്നെങ്കിൽ പാപ്പാനില്ല എങ്കിൽ ഓടിക്കോണം. പണ്ടെന്റെ തോന്നിയൊരു ഉത്സവപ്പറമ്പ് വെച്ച് ആന വന്നു, ജഗീഷായിട്ട് മാത്രം ഓടിയില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയാം, ആന ചവിട്ടി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ ഓടുന്നു? അത് സീനാണ്. ഞാൻ നിങ്ങളെ സമ്മതിക്കണമെന്ന് ഞാൻ പറയാ. ആന ചവിട്ടി പിടിച്ചിരിക്കല്ലേ, പിന്നെ ഓടാൻ പറ്റും. ഇത് ഞാൻ ചോദിച്ചത് ഭയങ്കര രസകരമായിട്ടുള്ള സീനാണ്. പ്രായിക്കര പാപ്പാനിലെ സീനാണ് ഈ പറഞ്ഞത്. പ്രായിക്കര പാപ്പാനിലെ നിങ്ങൾ സിനിമ എടുത്ത് നോക്കണം. ആ ആനയുടെ കൊമ്പിൽ പിടിച്ചിട്ട് 4 ഷോട്ടിൽ ആന, ഞാൻ കൊമ്പിൽ പിടിക്കുമ്പോൾ ആന എന്നെ പൊക്കുന്നുണ്ട് ഇങ്ങനെ. ഞാൻ ഡ്യൂപ്പല്ല, നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. പ്രായിക്കര പാപ്പാൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ പറയുന്നു, ഡ്യൂപ്പില്ലാതെ ആനയുടെ കൊമ്പിൽ പിടിക്കുകയും ആന ആ കൊമ്പോടുകൂടി എന്നെ പിടിച്ച് ഇങ്ങനെ ഉയർത്തുന്ന 4 ഷോട്ടുകളുണ്ട്. ജീവൻ പണയം വെച്ചായിരുന്നു ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വേറെ കാര്യമുള്ളതിന് ശേഷം ആന അതോട് ചരിഞ്ഞു പോയി, സ്പർശനത്തിൽ തീർന്നു. നിങ്ങൾ അത് പറയാൻ പാടില്ല. നമ്മള് സഭയിലില്ലാത്തവരെ കുറിച്ച് കുറ്റം പറഞ്ഞു. നിങ്ങളിപ്പോ ആരുടെ അദ്ദേഹത്തിന്റെ പേര്, ഈ പേര് ഇപ്പൊ ആരാ പറഞ്ഞത്? മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. മിണ്ടാ പ്രാണിയാണ് ആന. ആന ചരിഞ്ഞു എന്ന് പറയുമ്പോ ആന ഇല്ല എന്നുള്ള അർത്ഥത്തില്ലേ. അപ്പൊ അത് നമ്മൾ ആനയ്ക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ലേ. ആന വേദന നിർത്തിട്ട് മരിച്ചു. നമ്മൾ ചരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആന ചരിഞ്ഞിട്ടില്ല, ഉണ്ട്. ആനിപ്പോഴുണ്ടോ? അല്ല ചരിഞ്ഞ, ഞാൻ ആന ഇങ്ങനെ ചരിഞ്ഞു എന്നാ പറഞ്ഞത്. ചെരിഞ്ഞിട്ട് പിന്നെ എണീറ്റ് വന്ന് ആന ചെരിഞ്ഞിട്ട് കിടക്കാം. പക്ഷേ അല്ല, ആന അതോടുകൂടി തകർന്ന് നാണിച്ചു പോയി ആന. അല്ല, അതെന്തുകൊണ്ടായിരുന്നു ചേട്ടൻ അത്ര അങ്ങനെ ഒരു ഇതെടുക്കാൻ അഡ്വൈസ് എന്ന് പറയുന്നത്, പാപ്പാൻ കോൺഫിഡൻസ് തരാമെങ്കിൽ എന്തും ചെയ്യാം. അപ്പൊ ഞാൻ ഈ പ്രായിക്കര പാപ്പാനിൽ അഭിനയിക്കാൻ പോകുന്ന നേരത്ത് നിർണയം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ പോകുന്നത്. അപ്പൊ മോഹൻലാൽ എന്നോട് പറഞ്ഞു, ആനയുമായിട്ട് അഭിനയിക്കുന്നത് കൊള്ളാം. അടിവേരികൾ എന്ന സിനിമയിൽ എനിക്ക് ആനയുമായിട്ട് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. മോഹൻലാൽ പറഞ്ഞു, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ജഗദീഷിനോട് പറയാം. അത് വളരെ സീരിയസ് ആണ്, തമാശയല്ല. അത് ഞാൻ ഫോളോ ചെയ്തു. ലാല് പറഞ്ഞെന്താ വെച്ചാൽ, ആനയുടെ അടുത്ത് നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ മാനറിസം വെച്ച് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ കൈയെടുത്തൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ അവനെ കണ്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയെടുത്ത് സംസാരിക്കും. ഇത് ആനയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ സംസാരിക്കരുത്, മുമ്പിൽ നിന്ന് ചെയ്യരുത്. ആന വിചാരിക്കുന്ന അതിനെ ആക്രമിക്കാൻ പോകണം. ഞാൻ ഇന്നലെ അവിടെ ആനയെ അടിക്കാൻ പോകുന്നതെന്നാണ് ആനയുടെ വിചാരം. ആന തുമ്പിക്കേട്ട് അടിച്ച് തെറിപ്പിച്ചവൻ. അപ്പൊ ആനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി, അത് നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു ജീവിയല്ല. അപ്പൊ അതുകൊണ്ട് അതിന് തെറ്റിദ്ധാരണ വരും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആൾക്കാർ ക്രൗഡിന്റെ ഇടയിൽ ആന ഇടയുന്നതും ഇങ്ങനെയൊക്കെ വരുന്നതും. പല ആനയുടെ അടുത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ, ഓവറായിട്ട് സ്വാതന്ത്ര്യം എടുത്ത് കുട്ടികൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ ആന വിരളുന്നൊക്കെ അപ്പോഴാണ് ആനയുടെ ഇറിറ്റേഷൻ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. ഇപ്പൊ പാപ്പാൻ കോൺഫിഡൻസ് തന്നാൽ നമുക്ക് ആനയായിട്ട് എന്തും ചെയ്യാം. ഗജരാജമന്ത്രം എന്നൊരു സിനിമയിൽ പാപ്പാൻ കോൺഫിഡൻസ് തന്നു. ആനപ്പുറത്ത് നിന്ന് ഞാൻ ഇറങ്ങി വന്ന് സെയിം ഷോട്ടിൽ തന്നെ വില്ലന്മാരെ ഇടിക്കുന്ന ഷോട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ റിസ്കി ഷോട്ടാണ്. പക്ഷേ പാപ്പാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്തോണം. ഞാൻ പറയുന്ന അനുസരിച്ച് ആന അപ്പം ഇങ്ങനെ കാല് താഴ്ത്തി തന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്ന് വില്ലന്മാരെ ഇടിക്കണം. ബാബുരാജിനെയൊക്കെ ഇടിച്ച് നിരത്തുക. റിയൽ ലൈഫിൽ ബാബുരാജിന്റെ ഒറ്റ ഇടി കൊണ്ട് ഞാൻ താഴെ വീഴും. ആദ്യത്തെ ഇടിയിൽ തന്നെ ഞാൻ താഴെ വീഴും.
ഞാൻ താഴെ വീഴുന്നത് മാത്രമല്ല മിക്ക ബാബുരാജ് എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ ഞാനില്ല. ജഗദീഷ് നിര്യാതനായി, ജഗദീഷ് നിര്യാതനായി, കലാലോകത്തിന്റെ ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത. ബാബുരാജുടെ ഫൈറ്റ് ഫിക്സ് ചെയ്യുമ്പോ തന്നെ പെട്ടിക്ക് ആള് പോവും, ഇരിക്കണ്ട. അല്ല അത് വേറെ കാര്യമുണ്ട്. അതൊരിക്കലും പെട്ടിക്ക് അപ്പൊ തന്നെ ആള് പോവില്ലേ? അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ. ഇരട്ടി ശക്തി കൂടി ജഗദീഷ് വരും. ബാബുരാജ് നല്ല ടൈമിംഗ് ഉള്ള ആളാണ്. വെച്ചിട്ടില്ല റിയൽ ലൈഫിൽ ഇടിച്ചാൽ സിനിമയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ബാബുരാജ് ഇടിച്ച് ബാബുരാജിനെ കീഴ്പ്പെടുത്തുന്നതായിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. റിയൽ ലൈഫിൽ എനിക്ക് ബാബുരാജിനെ തൊടാൻ പറ്റും. ഞാൻ തൊടാനുള്ള വിവരക്കേട് കാണിക്കും. അതാണ് ഞാൻ ധീരനല്ല എന്ന് പറഞ്ഞത്. ഇവരൊക്കെ ആ വിവരക്കേട് കാണിക്കും, ബാബുരാജിന്റെ ഇടിയും മാറ്റും. ഇവര് വിവരക്കേട് കാണിക്കും, ബാബുരാജിന്റെ അടുത്ത് എന്തെങ്കിലും. ഇവരാണോ? നിങ്ങളെല്ലാവരും ഞാനുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാണ്. ബാബുരാജിന്റെ അടുത്ത് നിങ്ങൾക്ക് മോശമായിട്ട് ബാബുരാജിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടോ? ഞാൻ എനിക്കില്ല. ബാബുരാജ് നീ പിന്നെ പ്രധാന വിഷയമാണ് ബാബുരാജ്. അമ്മ മീറ്റിങ്ങിന് കാണാം. അല്ല ബാബുരാജേട്ടനെ എവിടെയോ ഇരിക്കട്ടെ എന്തിനടാ ഇതൊക്കെ. അതാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. അല്ല നമ്മളെ പറയാ ഈ ധീരൻ സിനിമയെ കുറിച്ച് അതിന്റെ ധീരതയെ കുറിച്ചാണ് പറയുന്നത്. അതെ, ധീരതയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ധീരത എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ തിരിച്ചിടിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇടിക്കുന്നുള്ളവരടുത്ത് നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും എന്നോടൊന്നും പറയാൻ സാധിക്കില്ല. ആദ്യത്തെ സിനിമ എന്നോട് അഭിനയിച്ചേ ബാബുരാജിന്റെ ആദ്യത്തെ സിനിമ മാന്ത്രിക കുതിരയായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ബാബുരാജ് ആദ്യം എന്നോടല്ലേ അഭിനയിച്ചേ. ബാബുരാജിന്റെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് 3 പേർക്കും ഇല്ല. എന്തുകൊണ്ടാ? ബാബുരാജ് ഇടിക്കും തിരിച്ച്. നിങ്ങൾ മോശമായിട്ട് ബാബുരാജിന്റെ അടുത്ത് സംസാരിച്ചാൽ ബാബുരാജ് ഇടിക്കും. നേരെ മറിച്ച് ഇങ്ങോട്ട് തിരിച്ചൊന്നും ഇടിക്കാത്ത എൻ്റെ അടുത്ത് നിങ്ങൾ എന്തും പറയും. ബാബുരാജിന്റെ അടുത്ത് എന്തുകൊണ്ട് ഞാൻ മോശമായിട്ട് പറയില്ല എന്ന് പറയുന്നത് എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. അതിപ്പോ സമ്മതിച്ചല്ലോ, അതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. ഇവരാണെങ്കിൽ കോമൺ സെൻസ് ഇല്ലാതെ ബാബുരാജിന്റെ അടുത്ത് ബാബുരാജ് ഇയാള് വലിയ ആള് ഒറ്റ. അല്ല ഒന്നും ചെയ്യാതെ അശോകേട്ടനും മനോജേട്ടനും കൂടെ നമുക്ക് എന്താടാ സംഭവിക്കുന്നതെന്നുള്ള ബാബുരാജിന്റെ അത് കയറി വന്നു. എനിക്ക് അതാ മനസ്സിലായി. ആ പാവം പിടിച്ച ബാബുരാനെ വെറുതെ പിടിച്ചു ബാബുരാനെ തന്നെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഗദീഷ് എന്തെല്ലാം പൂച്ച പോലെ എടുത്തറിഞ്ഞാൽ 4 കാലം വീഴും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മളെല്ലാവരും ബാബുരാജിന്റെ അടുത്ത് ഡീസന്റ് ആയിട്ട് പെരുമാറും. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. കഥയുടെ ഗുണമാണ് പെരുമാറിയാൽ എല്ലാവർക്കും നല്ലത്. അതല്ല, നിങ്ങൾക്ക് വീണ്ടും ഡീസന്റ് ആയിട്ട് പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിധി. അത്രേ എനിക്ക് പറഞ്ഞുള്ളൂ. മലയാള സിനിമ 2 പേർക്ക് ആനയായിട്ട് യുദ്ധം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് ജയൻ, ജഗദീഷ്. ജഗദീഷ് ആനയായിട്ട് യുദ്ധം ചെയ്തോ? ജയൻ അഭിനയിച്ചിട്ടുണ്ടോ ആനയായിട്ട്? അറിയപ്പെടാത്ത ആനയുടെ കൊമ്പ് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് പിന്നെ ഭയങ്കര സീനല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രായക്കര പാപ്പാറില്ല ഞാൻ. പിന്നെ ജഗദീഷുണ്ട് ശേഷം. ആണ് ചേട്ടൻ എങ്ങനെ ആന കുതിര അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളുമായിട്ട് ഇതുപോലത്തെ ഫൈറ്റ് സീൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ദൂരെ നിന്ന് കാണത്തേ. കുതിരപ്പുറത്ത് ഏത് പടത്തിൽ വരുന്നില്ലേ? വൈശാലില്ല, കുതിരപ്പുറത്ത് വരുന്നുണ്ട്. അതൊരു 12 അടി പൊക്കമുള്ള കുതിര. എന്നെ കൊണ്ട് ഒറ്റ ഓട്ടം. 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെത്തി. വഴി മൈസൂർ ടെന്റ് അടിച്ചിട്ട് അവിടേക്ക് വൈശാലില്. അല്ലല്ല ടെന്റെ കുരുങ്ങി ഞാൻ പറഞ്ഞില്ലേ, ഒരു കുതിരയെ കണ്ടാൽ ഇത്രയും ഹൈറ്റ് ഉള്ള കയറാൻ പാടില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് വേണം. നമുക്ക് വേണം. ആര് പറഞ്ഞാൽ ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞാൽ സാർ ഏറെടുങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണത് എന്താണ്? അയ്യോ സാർ ഇത്രയും വലിയ കുതിര എന്നെ കൊണ്ട് പറ്റില്ല. ഇത് 12 ഏണി വെച്ച് കയറി പിന്നെ അത് കഴിഞ്ഞിരുന്നാല് ആന എവിടെയോ കൊണ്ടുപോയി. കുതിര 2-3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഷൂട്ടിംഗ് ഒരാഴ്ച ശരിക്കും ടെന്റ് കുരുങ്ങിയോ? ഞാൻ പിടിച്ചു കയറി പിടിച്ചപ്പോഴത്. ഏത് കയറ്? ടെന്റിന്റെ കയറിലോ? അയ്യോ, ടെന്റിന്റെ കയറിൽ പിടിച്ചാൽ ഈ കയറിലാണ് ടെന്റ് നിൽക്കുന്നത്. ഈ കയറിൽ പിടിച്ചാൽ ടെന്റും എല്ലാം കൂടെ ആർട്ടിസ്റ്റ് എല്ലാം ഡയറക്ടർ നിൽക്കുകയാണ്. മോണിറ്റർ അതും പിടിച്ച് ഡയറക്ടർ തലയിലിട്ട് അയ്യോ ഡയറക്ടർ ഞങ്ങളുടെ ഒഴിക്കുന്നതിനോട് പറഞ്ഞു.
ഭരതേട്ടനും വൈശാലും രാമേന്ദ്രനും കൂടെ അവർ രണ്ടുപേരും ഇരിക്കുന്നത്. അവരുടെ രണ്ടുപേരും പുറത്തോടാണ് ഈ ടെസ്റ്റ് വരുന്നത്. പക്ഷെ എന്തെല്ലാം അപകടങ്ങളാണ്. പണ്ടൊരു പട്ടിമേനോ എന്നൊരാളുണ്ട്, പട്ടിമേനോ. അത് പുള്ളി പട്ടിയെ ഇതുപോലെ സപ്ലൈ ചെയ്യും, സിനിമയ്ക്ക് ആവശ്യമുള്ള പട്ടികളെ സപ്ലൈ ചെയ്യും. പക്ഷെ പുള്ളി ഒരു ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ പറഞ്ഞ് മേനോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹലോ മേനോനാണ്, ഏത് പട്ടിമേനോൻ അങ്ങനെ ആളുണ്ട്. അല്ല ഉണ്ടായിരുന്നത് പുലി നരസിംഹൻ എന്ന് പറയുന്ന പുലി നരസിംഹനുണ്ട്, പട്ടിമേനോനൊക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചു കേട്ടിട്ടില്ലേ മദ്രാസിൽ? അങ്ങനെയാണെങ്കിൽ തന്നെ അയാളെ പട്ടിമേനോൻ എന്ന് വിളിക്കാൻ പാടില്ല. അല്ല പട്ടിമേനോന്ന് വിളിക്കില്ല, അങ്ങനെയാ പുള്ളി എന്നറിയാം. അല്ലെ പട്ടിയെ കൊടുക്കുന്ന ആളായുണ്ട്. ഞാനാണെങ്കിൽ പട്ടി ട്രെയിനർ മേനോൻ. പട്ടി ട്രെയിനർ മേനോൻ ഇന്ന് മുതലാ പുലി നരസിംഹൻ പട്ടിമേനോൻ. ആ മേനോൻ ചേട്ടന്റെ റിലേറ്റീവ്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവര് കേസ് കൊടുത്താൽ പേര് പറഞ്ഞിട്ടില്ല. മേനോന്മാർ ആയിരക്കണക്കിന് 10,000 ആയിരക്കണക്കിന് മേനോന്മാർക്കെതിരെയാണ് നിങ്ങള് അവിടെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. നിങ്ങള് ഈ ഇന്റർവ്യൂ എന്നെ അകത്ത് വിടാണ്ട് ഞാൻ നിർത്തി, ഈ മൈക്ക് നിർത്തി ഞാൻ നിർത്തുക. അടുത്ത ഫ്ലൈറ്റ് പോയിക്കോ. ആ ധീരനെ കുറിച്ച് പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾ ആരടാ? ഇതിന്റെ എല്ലാ അടിസ്ഥാനം കോമൺസ് ധീരൻ സിനിമയാണ്. ധീരൻ സിനിമ അതെ. ധൈര്യത്തിന്റെ ധീരത. നമ്മളെല്ലാവരും നമുക്ക് ഇതിനെല്ലാം ഗുണപാഠം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി ധൈര്യം വേണം. പക്ഷെ ആ ധൈര്യത്തോടൊപ്പം കോമൺ സെൻസ് ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും പറയും. അതാണ് ഇത് കോമൺ സെൻസ് ഉള്ള ഒരു കഥയാണ്. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ഇതിനകത്തില്ല. കഥാഗതി ആയിക്കോട്ടെ റിയലിസ്റ്റിക് ആണ്. വളരെ സത്യസന്ധമായ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ. പരസ്പര സ്നേഹം, ഐക്യം, എല്ലാം ഉണ്ട്. ത്യാഗമുണ്ട്, ദുരന്തമുണ്ട്. പിന്നെ ചില പ്രേമത്തെക്കുറിച്ചുള്ള സങ്കല്പം നായകന്റെയും രാജേഷിന്റെ കഥാപാത്രത്തിന്റെ സങ്കല്പമല്ല, എൽദോയുടെ സങ്കല്പമല്ല. അവരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രേമത്തെക്കുറിച്ച് രണ്ട് രീതിയിലാണ് കാണുന്നത്. ആ രണ്ട് രീതിയിൽ കാണുന്നുണ്ടുള്ള ചില പ്രശ്നങ്ങളിൽ എൽദോ ചെന്ന് പെടുന്നുണ്ട്. നമ്മുടെ ധീരൻ ആ രീതിയിൽ എൽദോ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതും എൽദോയോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ്. അല്ല, അങ്ങനെ നാട് വിട്ട് പോകാനുള്ള അതിന്റെ കാരണക്കാരൻ ഈ അബ്ബാസ് ജഗദീഷിന്റെ ക്യാരക്ടറാണ്. ജഗദീഷയുടെ ഭയങ്കര സംഭവം തന്നെയല്ലേ? ആ സത്യം ഇത്രയും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങളെ എല്ലാരും ഇരുത്തി ഇത്രയും നല്ല രീതിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിന് ഞാൻ ആനയുടെ കൂടെയാണ്. ഞാനത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ജഗദീഷ് ആനയുടെ കൂടെ, മനോജ് പട്ടിയുടെ കുതിരയുടെ കൂടെ കോഴിനെ പിടിക്കുന്നോ? നമുക്കെല്ലാവർക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ ധീരൻ എന്ന് പറയുന്നത് നമ്മുടെ ജോക്സ് എപ്പാർട്ട് നമുക്കെല്ലാവർക്കും വളരെ ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ധീരൻ എന്ന ചിത്രമാണ്. ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് തന്നെ ഇതേപോലെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പക്ഷേ സീൻ എടുക്കുമ്പോൾ, ഷോട്ടുകൾ എടുക്കുമ്പോൾ കഥാപാത്രങ്ങളായി മാറാൻ ഞങ്ങളെല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ചിത്രമായിരിക്കും ധീരൻ. ദേവദത്തിന്റെ ഫസ്റ്റ് ഫിലിമാണ്. പിന്നെ ചിയേഴ്സ് എന്ന് പറയുന്ന ബാൻഡ്, അത് ഗണേശ് തുടർച്ചയായിട്ട് ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ബാൻഡറാണ്. അവരുടെ ജയ് 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 ഹേ, ഫാലിമി, ജാനിമൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. ഇതും ഹിറ്റാകണം. നമ്മുടെ അനശ്വരനായ ലോഹിയേട്ടന്റെ മകൻ ഹരിയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. അതും ഒരു പുതിയ പ്രത്യേകതയുള്ള കാര്യമാണ്. രസകരമായിട്ടുള്ള സംഗീതമായിരിക്കും. അപ്പൊ ഏതായാലും ധീരൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ. അങ്ങനെ ആനയും പുലിയും കുതിരയും കടുവയും കോഴിയും ഒക്കെ നിറഞ്ഞ ഈ ഇന്റർവ്യൂവിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓ, പട്ടി പറന്നുപോയി. എല്ലാവർക്കും
താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ആരും കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ അയ്യോ ഇല്ലില്ല. അല്ല ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അന്വേഷിക്കാം. ആരും കളിയാക്കാൻ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. നമ്മളെ തന്നെ നമ്മൾ കളിയാക്കി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ബുദ്ധിമുട്ടിച്ചുള്ള മനഃപൂർവ്വം ആരെങ്കിലും കളിയാക്കാനോ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം, കോമൺ സെൻസ് വേണം. പ്രത്യേക ഒരു മതവിഭാഗത്തെ കളിയാക്കി ഒന്നും പറഞ്ഞല്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അങ്ങനെയാണ് പുള്ളി അറിയപ്പെട്ടിരുന്നത്. ശരിയാണ്. തീർച്ചയായിട്ടും ധീരൻ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച് വേട്ടായി. താങ്ക് യു.